പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്രിസ്മസ് സന്ദേശം കൈമാറി ബിജെപിയുടെ സ്നേഹ സന്ദേശ യാത്രയ്ക്ക് കോഴിക്കോട്ട് തുടക്കമായി. ദേവമാതാ കത്തീഡ്രലിൽ വെച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കലിന് സ്നേഹ സന്ദേശ കാർഡ് നൽകി ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. കേക്ക് നൽകി നേതാക്കളെ ബിഷപ്പ് സ്വീകരിച്ചു. ക്രിസ്മസ് ഈസ്റ്റർ ആഘോഷങ്ങളോടനുബന്ധിച്ച് കഴിഞ്ഞ 3 വർഷമായി ബിജെപി സ്നേഹ സന്ദേശ യാത്ര സംഘടിപ്പിക്കുന്നുണ്ട്. സിനോജ് തോമസ് വിവരങ്ങളുമായി. സിനോജ്, കഴിഞ്ഞ 3 വർഷമായുള്ള രീതിയാണ് ബിജെപിയുടേത്. ഇത്തവണയും മുടക്കിയിട്ടില്ല. ഇപ്പോൾ സ്നേഹ സന്ദേശ യാത്രയുമായി ബിഷപ്പിനെ കാണുമ്പോൾ എന്തെങ്കിലും രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഇരുവരിൽ നിന്നുമുണ്ടോ? സ്മൃതി, അതായത് പ്രധാനമന്ത്രിയുടെ ചിത്രമടങ്ങിയ ഈ കാർഡാണ്, ഈ സന്ദേശമാണ് കൈമാറുന്നത്. ഇതിൻ്റെ പുറകിൽ പ്രധാനമന്ത്രിയുടെ ഒരു സന്ദേശമുണ്ട്. ഈ ശ്രേഷ്ഠമായ ദിനം നമ്മുടെ സമൂഹത്തിൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശം വിതറുന്നതാവട്ടെ. കർത്താവായ യേശുവിൻ്റെ സന്ദേശങ്ങൾ എന്നെന്നും ഈ സമൂഹത്തിന് പ്രചോദനമാകട്ടെ. ഏവർക്കും ക്രിസ്മസ് പുതുവത്സരാശംസകൾ. നരേന്ദ്രമോദി. ഇതാണ് സന്ദേശമെന്ന് പറയുന്നത്. ഇന്ന് കോഴിക്കോട് ബിഷപ്പിനാണ് ഈ സന്ദേശം കൈമാറിയത്. ആ സമയത്ത് ബിഷപ്പ് BJP നേതാക്കളെ സ്വീകരിച്ചു. കേക്ക് മുറിച്ച് ആ മധുരം പങ്കിട്ടു. അതോടൊപ്പം തന്നെ ബിഷപ്പ് പറഞ്ഞു നല്ല കാര്യമാണ്, എല്ലാ വീടുകളിലും പോകണമെന്ന് പറഞ്ഞു. അതായത് BJP കഴിഞ്ഞൊരു ഈസ്റ്റർ ദിനത്തിലാണ് ഈ രീതിയിലുള്ള ഒരു സ്നേഹ സന്ദേശ യാത്ര തുടങ്ങിയത്. അന്ന് വലിയ രീതിയിൽ അത് ചർച്ചയായിരുന്നു. പ്രത്യേകിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്താൻ വേണ്ടിയുള്ള ശ്രമമാണെന്ന രീതിയിൽ കോൺഗ്രസ് ഉൾപ്പെടെ അത് പ്രതികരിച്ചിരുന്നു. ഇരട്ടത്താപ്പാണെന്നാണ് അന്ന് VD സതീശൻ പ്രതികരിച്ചത്. പക്ഷേ BJP അതിൽ നിന്ന് പിന്മാറിയില്ല. കഴിഞ്ഞ ക്രിസ്മസിലായാലും 2023 ക്രിസ്മസിലാണെങ്കിലും ഈ വർഷത്തെ ഈസ്റ്ററിലാണെങ്കിലും BJP ആ യാത്രകൾ തുടർന്നു. 14 ജില്ലകളിലെയും ദേവാലയങ്ങളിൽ എത്തി അവിടെയുള്ള വൈദികരെയും ഒപ്പം തന്നെ ഇടവകളിലുള്ള വീടുകളിലെത്തി തന്നെ ഈ ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ കൈമാറിയിരുന്നു. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ കർദിനാൾമാരെ നേരിട്ട് കണ്ട് കഴിഞ്ഞ ക്രിസ്മസിന് കേക്ക് മുറിച്ചതൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇത്തവണ വീണ്ടും ആരംഭിച്ചിരിക്കുന്നത്. ന്യൂ ഇയർ വരെയുള്ള ഒരു സ്നേഹ സന്ദേശ യാത്രയാണെന്നാണ് MT രമേശ് പറഞ്ഞിരിക്കുന്നത്. ആ രീതിയിൽ 14 ജില്ലകളിലെയും എല്ലാ വീടുകളിലും എത്തുകയാണ് BJPയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ക്രൈസ്തവ സമൂഹത്തെ BJPക്ക് ഒപ്പം നിർത്തുക എന്ന ലക്ഷ്യം കൂടി ഇവർക്കുണ്ട്. ഏതായാലും യാത്ര ഇന്ന് BJP തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ചെല്ലുന്ന സ്ഥലത്തൊക്കെ തന്നെ സ്വീകരണമുണ്ട്. കേക്ക് മുറിച്ച് ആ മധുരം പങ്കിട്ടുകൊണ്ടാണ് ക്രൈസ്തവ സമൂഹം BJP നേതാക്കളെ സ്വീകരിക്കുകയും ചെയ്യുന്നത്. സ്മൃതി. ശരി, സിനോജ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.